നമസ്കാരം. ഞാൻ തൃപ്പൂണിത്തുറയിൽ നിന്നും അനുജൻ. കുറേ കാലമായിട്ട് ഞാൻ മാസാമാസം ആ മാസത്തിലെ ആകാശം നോക്കിയാൽ നല്ല കാഴ്ചകൾ ഇതൊക്കെ ഉണ്ട് എന്നുള്ളതിനെപ്പറ്റി വീഡിയോ ഇറക്കി വിടുമായിരുന്നു. ഇത് ഇടക്കാലത്ത് ഇപ്പോൾ ഇത്തിരി മന്തിപ്പായി. ഇക്കൊല്ലം ആകെ 3-4 ഇറക്കിയുള്ളൂ. അപ്പോൾ ഡിസംബർ 2025 എന്താ കാഴ്ചകളുള്ളതെന്ന് ഒരെണ്ണം ഇറക്കാമെന്ന് വിചാരിച്ചു. ഒരു നല്ല കാഴ്ചയെങ്കിലും ഉണ്ട്, അതുകൊണ്ടാണ് ഇത് ഇറക്കണത്. അപ്പോൾ നേരെ അധികം വഹിക്കാണ്ട് കിടക്കാതിലേക്ക് വേണമെങ്കിൽ പോയിൻ്റ് എടുക്കാം. ഓക്കെ, ഇത് നമുക്കൊരു അജണ്ട ഉണ്ട്. കാലാകാലമായിട്ട് ഞാൻ ഫോളോ ചെയ്യുന്ന അജണ്ടയാണിത്. ആദ്യം സൂര്യൻ്റെ മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലത്ത് ഉദിക്കും വൈകുന്നേരം അസ്തമിക്കുന്നൊന്നുമല്ല. ഏത് കോൺസ്റ്റലേഷനിൽ, ഏത് സോഡിയക്കൽ കോൺസ്റ്റലേഷനിലാണ് സൂര്യനെ 1-ാം തീയതി കാണുക, അതെങ്ങനെ നീങ്ങി വേറെ കോൺസ്റ്റലേഷനിൽ ഏതെങ്കിലും എത്തുന്നുണ്ടോ എന്നൊക്കെ ഉള്ളത് കാണും. സൂര്യൻ ഒരു ദിവസം 1 ഡിഗ്രി മാറും, അത് മനസ്സിലാക്കിക്കോളൂ. ഇനി അടുത്തത് ചന്ദ്രൻ്റെ മൂവ്മെൻറ്റ്സാണ്. ചന്ദ്രൻ ഒരു ദിവസം 12 ഡിഗ്രി മൂവ് ചെയ്യും കിഴക്കോട്ട്. അപ്പം ഓരോ ദിവസവും നമ്മൾ 27 നക്ഷത്രങ്ങളുണ്ടല്ലോ, അശ്വതി മുതൽ രേവതി വരെ, അതിൻ്റെ ഓരോന്നിൻ്റെ അടുക്കെത്തും. അപ്പോൾ നമ്മളിപ്പോൾ അശ്വതി എടുക്കുകയാണ്, ഇന്ന് ചന്ദ്രൻ നിൽക്കണമെന്ന് വെച്ചാൽ നമ്മൾ ഒരു അന്നത്തെ നാൾ അശ്വതിയാണെന്ന്. കാർത്തിക എടുക്കുകയാണ്, ഇന്ന് നാൾ കാർത്തിക എന്ന് പറയും. അത്രയുള്ള പരിപാടി, വളരെ സിമ്പിളാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഉത്സവങ്ങളൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ടാണല്ലോ. ഇത് നാളൊക്കെയല്ലേ ഒരുമാതിരി. അത് കാരണം ആ കൂട്ടത്തിൽ നമുക്ക് ഈ മാസം വല്ല ഉത്സവങ്ങളുണ്ടോ എന്നുള്ളത് കൂടെ നോക്കാം. പിന്നെ പ്ലാനറ്റ്സിനെ ഒന്ന് പിടിക്കണം. ഇതെവിടേക്കാണ് ഈ ചങ്ങാതിമാരെയൊക്കെ ഏത് നേരത്തൊക്കെ കാണാൻ പറ്റുന്നു? എല്ലാ പ്ലാനറ്റ്സും ഞാൻ പറയില്ല, എനിക്കതിൽ വിശ്വാസമില്ല. എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ കയ്യിൽ ആരുടെയും ബൈനോക്കുലേഴ്സും ടെലസ്കോപ്പും ഉണ്ടാവില്ല. അപ്പം നമുക്ക് നേക്കഡായി കൊണ്ട് കാണാവുന്ന 5 പ്ലാനറ്റ്സ് ഉണ്ട്: മെർക്കുറി, വീനസ്, മാർസ്, ജൂപ്പിറ്റർ, സാറ്റൻ. നമ്മൾ 7 ആഴ്ച ഉണ്ടല്ലോ, അതിൽ സൂര്യൻ ചന്ദ്രനെ മാറ്റിക്കഴിഞ്ഞാൽ ഈ 5 എണ്ണമാണ്. അപ്പോൾ അതുകൊണ്ട് അതിനെ മാത്രമേ ഞാൻ നോക്കുള്ളൂ. അതിനൊരു പ്രത്യേക ഒരു പ്രതിഭാസമുണ്ട്. ഇടയ്ക്ക് ചന്ദ്രനും സൂര്യനൊക്കെ ഇങ്ങനെ ആകാശത്ത് ദൈനംദിനം നോക്കുമ്പോൾ ഒരു ദിവസം രാവിലെ മുതലല്ല, ഇന്നും നാളെ കുറച്ച് കിഴക്കോട്ട് നീങ്ങിണ്ടാവും. അതാണ് നോർമൽ മൂവ്മെൻറ്റ്. പക്ഷേ ഇടയ്ക്ക് വെച്ച് ഈ പ്ലാനറ്റ്സിനൊരു ചെറിയ പരിപാടിയുണ്ട്. അവനിടയ്ക്ക് റിവേഴ്സ് വരും വണ്ടി. അതിനാണ് റിട്രോഗ്രേഡ് എന്ന് പറയുക. അതുപോലെ ഈ മാസം ഉണ്ടോ എന്നുള്ളത് നോക്കണം. പിന്നെ ഈ മാസത്തെ സൂര്യഗ്രഹണമോ ചന്ദ്രഗ്രഹണമോ വല്ലതും ഉണ്ടോ എന്നുള്ളത് നോക്കാം. അതിന് ഒരു കാര്യം ശ്രദ്ധിക്കുക, ചന്ദ്രഗ്രഹണം വെളുത്താവിൻ്റെ എന്നാണ് വരിക, സൂര്യഗ്രഹണം കർത്താവിൻ്റെ എന്ന് വരിക. അന്ന് മാത്രം ഉണ്ടോ എന്ന് നോക്കിയാൽ മതി. ഫുൾ മാസമായി ഓരോ ദിവസവും ചെക്ക് ചെയ്യുന്നുണ്ട്. അതിനൊരു എക്സൽ ഒരു റൂട്ടീനുണ്ട്. ഈ പ്ലാനറ്റ്സിനും ഒരു എക്സൽ റൂട്ടീനുണ്ട്. അതിൻ്റെ മൂവ്മെൻറ്റും എങ്ങനെയൊക്കെ റിട്രോഗ്രേഡ് ഉണ്ടോ എന്നൊക്കെ വരയ്ക്കാനൊക്കെ ആയിട്ട് ഞാൻ ഉണ്ടാക്കിയൊരു ഒരു എക്സൽ സ്പ്രെഡ്ഷീറ്റ് ഉണ്ട്. ഇനി മീറ്റിയർ ഷവർ എന്ന് വെച്ചാൽ നമ്മൾ പലപ്പോഴും ഇങ്ങനെ ആകാശം എന്ന് പറഞ്ഞിങ്ങനെ മീറ്റിയേഴ്സ് പോകണമല്ലേ, അത് പ്രിഡിക്റ്റ് ചെയ്യാം ഏത് ദിക്കിൽ നിന്നാണ് വരണേ, ഇന്ന ദിവസമാണ് വരണേന്നൊക്കെ. അപ്പോൾ അങ്ങനെ കണ്ടമാനം മീറ്റിയേഴ്സ് ഒരു ദിക്കിൽ നിന്ന് വരുന്ന ഒരു പ്രതിഭാസമുണ്ട്. അതിനാണ് മീറ്റിയർ ഷവർ എന്ന് പറയുക. അത് ഈ മാസം ഉണ്ടായിരുന്നു ഡിസംബറിൽ. നല്ലതുകൊണ്ടാണ് ഞാനത് ഈ വീഡിയോ ഉണ്ടാക്കാനുള്ള കാര്യം. ഇനി ഇതൊക്കെ കഴിഞ്ഞാൽ ഇതുണ്ടല്ലോ, ഇത് കണ്ടേക്കുന്ന ആൾക്കാരാണെങ്കിൽ എല്ലാം ഈ അഞ്ചിനെ എല്ലാ ആഴ്ചയും ഇത് തന്നെ പറഞ്ഞ് എല്ലാ മാസവും പറഞ്ഞ് നമ്മുടെ ചെവി കേടുവരുത്തി എന്ന് പറയും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ആവശ്യമുള്ളിലേക്ക് നേരിട്ട് പോവാം. ഈ ബുള്ളറ്റ് പോയിന്റിൽ പോകണമെങ്കിൽ അത് മാത്രം പോവാം. മീറ്റർ ഷവറിൻ്റെ അവിടെ പോകണമെങ്കിൽ അത് പോവാം. അതിന് 2 ഓപ്ഷൻ ഉണ്ട്. ഒന്ന്, ഞാനിത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ അടിയിലൊരു സ്ലൈഡർ ബാർ ഉണ്ടാവും. അതിൽ ഇതൊക്കെ ഈ ബുള്ളറ്റ് പോയിൻറ്റ്സൊക്കെ അതിലൊരു ബാറ് മാതിരിയാണ്. അപ്പോൾ അതിലേക്ക് നേരെ വെച്ച് ക്ലിക്ക് ചെയ്താൽ ആ സെക്ഷനിലേക്ക് പോകും. അതൊരു ഓപ്ഷൻ. രണ്ടാമത്തെ ഓപ്ഷൻ എന്താണെന്ന് വെച്ചാൽ, ആ യൂട്യൂബ് വീഡിയോൻ്റെ അടിയിൽ ഒരു ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഉണ്ടല്ലോ, അതിൽ ഇതേ ബുള്ളറ്റ് പോയിൻറ്റ്സൊക്കെ ഇട്ടിട്ട് അതിൻ്റെ അഗൻസ്റ്റ് ഒരു ടൈം സ്റ്റാമ്പ് വെച്ചിട്ടുണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്താൽ നേരെ അങ്ങോട്ട് പോവുകയും ചെയ്യും. ഈ 2 ഓപ്ഷനും ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ മെയിൻ പീരീഡിലേക്ക് കിടക്കട്ടെ. സൂര്യൻ്റെ മൂവ്മെൻറ്റ് ഞാൻ പറഞ്ഞല്ലോ, സൂര്യൻ രാവിലെ കിഴക്കുതിക്കും പടിഞ്ഞാറ് അസ്തമിക്കുന്നതല്ല പരിപാടി. ഓരോ ദിവസവും സൂര്യൻ എങ്ങോട്ട് നീങ്ങുന്നു, 1 ഡിഗ്രി നീങ്ങും. എന്താ ഡിഗ്രി എന്ന് പറയാൻ കാരണം എന്നറിയോ? മലയാളത്തിൽ ഡേറ്റ് എന്നുള്ളത് എന്താ പറയുക, തീയതി എന്നല്ലേ. അതെവിടുന്നാണ് വന്നേ? തമിഴിൽ തീയതി എന്നാണ് പറയുക. തീയതി എന്ന് വെച്ചാൽ തമിഴിൽ ഡിഗ്രി എന്നർത്ഥം. സൂര്യൻ 1 ഡിഗ്രിയാണ് ഒരു ദിവസം മാറുക. എന്തുകൊണ്ടാണെന്ന് അറിയുമോ? ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്രോക്സിമേറ്റ്ലി 1 ഡിഗ്രി എന്നാണ്. ഭൂമി സൂര്യൻ്റെ ചുറ്റും കറങ്ങാൻ എത്ര ദിവസം എടുക്കും? 365 ദിവസം. ഈ ചുറ്റും കറങ്ങാന്ന് വെച്ചാൽ എത്ര ഡിഗ്രിയാണ്? 360 ഡിഗ്രി.
അപ്പോൾ 365 കൊണ്ട് 300 ദിവസം കൊണ്ട് 360 ഡിഗ്രി തിരിയുകയാണെങ്കിൽ ഒരു ദിവസം അപ്രോക്സിമേറ്റ്ലി 1 ഡിഗ്രി നോക്കി. അതുകൊണ്ടാണ് തീയതി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ചിങ്ങത്തിൽ 20-ാം തീയതി എന്ന് പറഞ്ഞാൽ ചിങ്ങം എന്ന് പറഞ്ഞ കോൺസ്റ്റലേഷനിലേക്ക് സൂര്യൻ കടന്നിട്ട് 20 ദിവസമായി 20 ഡിഗ്രി കയറി എന്ന് പറയാൻ പറ്റും. അതാണ് പരിപാടി. അപ്പോൾ ഇതൊക്കെ കാണിക്കാൻ ഒരു സോഫ്റ്റ്വെയർ ഉണ്ട്, ആസ്ട്രോ വ്യൂവർ എന്ന് പറഞ്ഞാൽ അതെടുക്കാം. അപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ കാര്യം. അത് ഫ്രീ വെയറാണ്. അതിൻ്റെ കൂട്ടത്തിൽ ജാവയും കൂടെ ഇൻസ്റ്റാൾ ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പം നവ് അടിച്ച് നോക്കാം. ഇപ്പം നവംബർ അവസാനമാണ്, ഡിസംബർ 1-ാം തീയതിക്ക് ആക്കാം, December 1st. ഓക്കെ, ഇത് ചന്ദ്രനാ, നമുക്ക് സൂര്യനല്ലേ കാണണ്ടേ? വേണമല്ലോ, സൂര്യൻ ഇപ്പോൾ അസ്തമിച്ച് കഴിഞ്ഞേ. ഇവിടെ എല്ലാവർക്കും നടുക്കൊണ്ട് വയ്ക്കാം. കണ്ടോ, സൂര്യൻ ഇതാണ് വൃശ്ചികം നടക്കുന്ന സ്കോർപ്പിയൻ തേളുമാരി കണ്ട അങ്ങനെ കിടക്കണുണ്ടോ, വാല് വളഞ്ഞ് ഇവിടെ കുത്താനുള്ള സ്റ്റിങ്ങൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് സൂര്യൻ. സംശയമുണ്ടോ? ഇപ്പോൾ നമ്മുടെ ഉത്സവം കഴിഞ്ഞല്ലേ ഉള്ളൂ, വൃശ്ചികമാസത്തിലല്ലേ ഉത്സവം. സൂര്യൻ ഏത് കോൺസ്റ്റലേഷൻ്റെ നടുക്കാണ് നിൽക്കണേ അതാണ് മാസം. ക്ലിയർ ആയല്ലോ? ഇത് വൃശ്ചികമാസം. അടുത്ത മാസം ധനു ആണെങ്കിൽ സൂര്യൻ ഇവിടെ ഉണ്ടാവും, ധനു. പിന്നെ മകരാണെങ്കിൽ സൂര്യൻ ഇവിടെ ഉണ്ടാവും. പിന്നെ അതേ കുംഭം ഇവിടെ, അങ്ങനെ പോലും. കഴിഞ്ഞ മാസം ഇവിടെ തുലാത്തിലായിരുന്നു. അപ്പോൾ ഇതാണ് പരിപാടി. അപ്പോൾ ഇതിവിടെയാണ് ഇപ്പോൾ സൂര്യൻ നിൽക്കുന്നത്, വൃശ്ചികത്തിൻ്റെ നടുക്കായിട്ട്. ഓരോ ദിവസവും മാറ്റാം. നമ്മളുടെ ഓരോ ഡിഗ്രിയാണ് മാറുക, ഇങ്ങോട്ടും മാറി കാണിച്ചു തരാം. കണ്ടോ, നീങ്ങി അവസാനം ഡിസംബർ ഒരു 15 16 ഇതുണ്ടോ, ഇവിടം മുതൽ ഇവിടം വരെയാണ് വൃശ്ചികത്തിൻ്റെ അധികാര പരിധി. അത് കഴിഞ്ഞാൽ പിന്നെ ധനുവായി. അപ്പോൾ ഇവിടെ വൃശ്ചികം കഴിഞ്ഞു ധനുവിലായി. അപ്പോൾ ഈ വൃശ്ചികത്തിന് ധനുവിലേക്ക് കിടക്കുമ്പോൾ നമ്മളെന്താ പറയുക, ധനു സംക്രമമായി എന്ന് പറയും. ഇതാണ് നമ്മുടെ കലണ്ടർ. ഇത് തന്നെ പറഞ്ഞു, നമ്മുടെ കലണ്ടർ കൃത്യമായിട്ട് ആകാശത്ത് എന്ത് നടക്കണോ അത് ഒപ്പിയെടുക്കും. വേറെ ഒരു കലണ്ടറിൽ ഇത്രയും ഇല്ല. അപ്പോൾ ഇപ്പോൾ ധനുവായി, ഡിസംബർ 15 16 ആയപ്പോഴത്തേക്ക് ധനുവായി. ഇനി അടുത്ത ദിവസം അങ്ങനെ നോക്കുമ്പോൾ ഇതേ പോണു, ധനുവിൻ്റെ ഡിസംബർ അവസാനം 25 27 28 29 30 31 കണ്ടോ, ധനുവിൻ്റെ നടുക്കായി. ധനു എൻ്റെ ഒരു വില്ല് വളച്ച മാതിരി ഇല്ലേ, അമ്പുകൾ നിൽക്കണമുണ്ട് അല്ലേ, അതാണ് പരിപാടി. അതാണ് നമ്മളതൊക്കെ കണ്ട പേരിട്ടേക്കണേ. ഇതിനൊക്കെ പേര് കൊടുത്തേക്കണതൊക്കെ ഇന്ത്യക്കാർ തന്നെയാണ്. ഈ സാധനം അവിടെ ഇപ്പോൾ പടിഞ്ഞാറൻ ദേശങ്ങളിലെ ആൾക്കാർ ശിലായുഗത്തിൽ താമസിച്ചിരുന്ന കാലത്ത് നമ്മളിവിടെ എന്തൊക്കെ കാൽക്കുലേറ്റ് ചെയ്തിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഇവിടുന്ന് വന്നിട്ട് നമ്മളെ ഉപദ്രവിച്ചാണുള്ളത്, അവരാണ് കണ്ടുപിടിച്ചതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാക്കി. എന്തെങ്കിലും ആയിക്കോട്ടെ. പിന്നെ ഇവിടുന്ന് ട്രേഡേഴ്സ് വന്ന് ഇവിടുന്ന് കുറേ കാര്യങ്ങൾ അറേബ്യയിലൊക്കെ കൊണ്ടുപോയി, അങ്ങനെയൊക്കെയാണ് ആൾക്കാർ പോയേക്കണം. എന്തായാലും അതിൻ്റെ ഒറിജിനൽ ഇവിടുന്ന് തന്നെയാണ്. അല്ലെങ്കിൽ എല്ലാവരും ഒരേപോലെ തന്നെ ചിന്തിക്കുമോ? ഇല്ല. ദിസ് വൺ സോഴ്സ് അത് ഇവിടെ തന്നെയാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ BC 400 നമ്മൾ ഇതിൻ്റെ ബുക്ക് എഴുതിയിട്ടുണ്ട്, സൂര്യസിദ്ധാന്തം. അത്രയൊക്കെ എഴുതുമ്പോൾ ഇവിടെ നിന്ന് തന്നെയല്ലേ ഇത് പരിപാടി. അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ സൂര്യൻ എന്താ ചെയ്തേ, ഡിസംബർ 1-ാം തീയതി ഇവിടെ വൃശ്ചികത്തിൻ്റെ പകുതിയിലുണ്ടായിരുന്നു. അത് ഡിസംബർ അവസാനമായപ്പോഴത്തേക്കും അത് ധനുവിൻ്റെ പകുതിയിലേക്കായി. ഇതാണ് സംഭവം. ഇനി നമുക്ക് അടുത്ത ഐറ്റത്തിലേക്ക് പോകാം. ഇത് അധികം നീട്ടി സമയം കളയണ്ടല്ലോ. ഓക്കെ, ചന്ദ്രൻ്റെ മൂവ്മെൻറ്റ്. അതിനും സോഫ്റ്റ്വെയർ തന്നെ. രോഗം ഏതായാലും മരുന്നൊന്നും തന്നെ കേട്ടോ. അതാണ് ഒന്ന് നോക്കേണ്ടത്. ആസ്ട്രോ വ്യൂവർ റൈറ്റ്. 1-ാം തീയതി എടുക്കാം. ഇതിപ്പോൾ ഡിസംബർ 31, ഒരു മാസം പുറകിലേക്ക് എടുക്കുക. 30th നവംബർ റൈറ്റ്. ഇവിടെ ഒന്നുമില്ല ചന്ദ്രനെ നമുക്കൊന്ന് തപ്പിയെടുക്കണ്ടേ. ഇത് ഉച്ചയ്ക്ക് PM ആണ്. അതിവിടെ ഉണ്ട്. ഇല്ല രാവിലെ 7:12 വെളുപ്പിന് ഒന്നിച്ചിടാനായി. ഇവിടെ ഉണ്ട്. 30th നവംബർ റൈറ്റ്. ഡിസംബർ 1-ാം തീയതി എടുക്കുക. ഈ ചന്ദ്രൻ ഇപ്പോൾ ഇവിടെ ഉണ്ട്. ഇത് കണ്ടില്ലേ, ഇത് ഏകദേശം ഇതാണ് പുരുട്ടാതി, ഇത് ഉത്രട്ടാതി, ഇവിടെ രേവതി. അപ്പോൾ ഇത് ഓൾമോസ്റ്റ് ഇതിൻ്റെ നേരെയാണ് നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് ഉദ്ദേശം പുരുട്ടാതിയാണ് നാളെന്ന് പറയാം. ചന്ദ്രൻ ഏത് നക്ഷത്രത്തിൻ്റെ അടുക്ക നിൽക്കുന്നു അതാണ് അന്നത്തെ നാള് നക്ഷത്രം എന്ന് പറയും. ഇനി ഓരോ ദിവസം മാറ്റാം. ഒരു ദിവസം മാറ്റാം. കേട്ടോ, അങ്ങോട്ട് നീങ്ങി കേട്ടോ, ഇവിടം വരെ എത്തി. ഇപ്പോൾ ഉത്രട്ടാതിയായി. ഇനി അടുത്ത ഒന്നും കൂടെ നീക്കിക്കഴിഞ്ഞാൽ സോറി മാറിപ്പോയിട്ടോ.
ഒരു ദിവസം മാറ്റാം. ഇത് കണ്ടോ രേവതി, ഇതാണ് രേവതി. ഇവിടെ അശ്വതി അങ്ങനെ മാറ്റാം. അശ്വതി, ഇതാണ് അശ്വതിയുടെ പേരെന്താണെന്നറിയോ? ശരട്ടൻ. ഇവിടെ ഭരണിക്ക് ഭരണി തന്നെ ഉള്ളൂ, റൈറ്റ്. പിന്നെ ഇത് കാർത്തിക, പ്ലൈഡിസ്, ഉഗ്ര നക്ഷത്രങ്ങൾ, കുറേ 6 നക്ഷത്രങ്ങൾ കലക്കി. ഇത് രോഹിണി. രോഹിണി നല്ല നല്ല ബ്രൈറ്റ് നക്ഷത്രമാണ്, ആൽഡെബാരാൻ എന്ന് പറയും. ഇതാണ് മകയിരം, ബെലാട്രിക്സ്. ഇത് തിരുവാതിര, ബീറ്റിൽ ജീസ്. പിന്നെ തിരുവാതിര കഴിഞ്ഞാൽ പുണർദം, ഇത് കണ്ടില്ലേ, പൊളക്സും കാസ്റ്ററും. അത് എന്താ നമ്മൾ പറയുക, ഇവിടെ ഇത് മിഥുനം, 2 കുട്ടികൾ ഇങ്ങനെ തോളത്ത് കയറ്റി നിൽക്കണ മാതിരിയാണ്. പിന്നെ ഇതാണ് പുണർദാണ്, ഇതാണ് പൂയം. ഇത് ആയില്യം, പാമ്പുണ്ടല്ലോ, പാമ്പിൻ്റെ പത്തിയുണ്ടോ, അതിൻ്റെ നടുക്കിവിടെ ഉണ്ട് തീറ്റ ഹൈഡ്രേ, അതാണ് എന്ത് നമ്മുടെ ആയില്യം. പിന്നെ മകം, പൂരം, ഉത്രം, അങ്ങനെ പോകണം. ഇനിയിപ്പോൾ നമുക്ക് ഇവിടുന്ന് ട്രാക്ക് ചെയ്യാം. ഒരു ദിവസം മാറ്റുക. ഇപ്പോൾ അത് ഇവിടെ എത്തി, കാർത്തികയോടെ എത്തി. ഭരണിയും കഴിഞ്ഞു, കാർത്തികയാണോ എന്നറിയില്ല. അതൊക്കെ കൃത്യമായിട്ടൊന്ന് ഒരു പ്രിസൈസ് കാൽക്കുലേഷൻ പിന്നെ വരുള്ളൂ. ഇതേക്കണ്ടോ, ഇത് രോഹിണിയുടെ നേരെ എത്തി, ആൽഡെബാരാൻ. ഇനി ഒരു ദിവസം മാറ്റി. ഇതിവിടെ ഇത് തന്നെയല്ലേ, ഇത് മകീരം, ഇത് മൃഗശിരസ്. നമ്മുടെ ഹണ്ടറുണ്ടല്ലോ, നമ്മുടെ ഇത് തല മൃഗത്തിൻ്റെ മാതിരിയാണ്. അതുകൊണ്ടാണ് നമ്മുടെ മൃഗശീർഷം എന്ന് പറയുന്നത്. അത് നമ്മുടെ മകൈരം എന്ന് പറയുന്നതാണ്. ഇത് ഒറിയോണിൻ്റെ ഹണ്ടറാണ്. ഒറിയോണിൻ്റെ ഒരു തോളാണിത്, അടുത്ത തോളാണ് തിരുവാതിര. അടുത്ത് പുണർതായി ആണല്ലേ, ഇവിടെ പുണർതായി, ഇതാണ് പുണർദം. ഇവിടെ അതിൻ്റെ ഇടയിലുണ്ട് ഒരു യുദ്ധം, ജൂപ്പിറ്റർ. അതേ പിന്നെ ഇതില്ലേ, ജൂപ്പിറ്ററും ചന്ദ്രനും പുണർദം അടുത്തടുത്ത്. എന്നാൽ അത് 8-ാം തീയതി. അതൊക്കെ ഇന്ന് പിന്നെ ഒന്നും കൂടെ കാണാം. ഇനി ഇത് പൂയത്തിനടുക്ക് ഇവിടെ ഒരു സെറ്റ് ഓഫ് സ്റ്റാഴ്സാണ്. നല്ല പുഷ്യം എന്നാണ് പറയുക. പല കളറുള്ള നക്ഷത്രങ്ങളാണ്. അത് നമുക്ക് കണ്ടുകൊണ്ട് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം പല കളറും കാണില്ല. പണ്ട് കണ്ടിരുന്നു, നമ്മുടെ ആൾക്കാർ വളരെ ശക്തമായി നോക്കിയിരുന്നു. ഇപ്പം ആൾക്കാർക്ക് കണ്ണും പിടിക്കില്ല, അതൊരു കാര്യം. പിന്നെ ആകാശം മുഴുവൻ പൊടിവെള്ളമാണ്, ലൈറ്റ് ഉണ്ട് നിറച്ച്. ഇപ്പോൾ ബൈനോക്കുലേഴ്സൊക്കെ നോക്കി വെച്ചാൽ കളർ കാണുള്ളൂ. ഇപ്പോൾ സാധാരണ നേക്കടായതുകൊണ്ട് വെച്ചാൽ കളർ കാണില്ല. അപ്പോൾ ഇത് പൂയം, ഇത് കണ്ടില്ലേ, ഇതാണ് ആയില്യം, ഇത് മകം. ഓക്കെ, മകായി. ഇനി അടുത്ത് വേണമെങ്കിൽ ഒന്ന് കുറച്ച് പുറത്തേക്ക് എടുക്കാം. അങ്ങനെ ഓക്കെ, ഇവിടെ വയ്ക്കാം. മകം. ഇത് പൂർവ്വം. ഒരു കോൺസ്റ്റേഷനിൽ 2 നക്ഷത്രം ഉണ്ടെങ്കിലല്ലോ. ആദ്യത്തേന് പൂർവ്വം എന്ന് പറയും, പിന്നത്തെ ഉത്തരം എന്ന് പറയും, ഉത്തരം. അപ്പോൾ ഇത് പൂർവ്വ ഫാൽഗുനി, ഉത്തര ഫാൽഗുനിയാണ് നമ്മുടെ മകം, അല്ല പൂരം, ഉത്തരം. ഇനി അടുത്തത് ഇപ്പോൾ ഇത് ഉത്തരത്തിൻ്റെ അവിടെ എത്തി. ഇനി ഒരു ദിവസം കൂടെ മാറ്റിക്കഴിഞ്ഞാൽ ഇത് കണ്ടോ, ഹസ്തം, അത്തം. അതൊരു കോഡലാറ്റിൽ മാതിരി ആയിരിക്കണം. നമ്മുടെ കൈ നമ്മുടെ കൈ നോക്കുമ്പോൾ കൈയിൻ്റെ വെള്ളയിൽ ഉള്ള ആ ഒരു കോഡലാറ്റ് വന്നിരിക്കും. പക്ഷേ വെസ്റ്റേണേഴ്സിന് അതിൻ്റെ ഒരു ചെറിയൊരു സ്റ്റാർ ഇങ്ങോട്ട് മാറി നിൽക്കുന്നത്. അപ്പോൾ അത് വാല് പോലെ വരച്ചിട്ട് കോർവസ് എന്ന് പറയും. അപ്പോൾ ഇത് ഹസ്തം, അത്തം. ഇനി ഇത് ചിത്തിര എടുക്കുക. ഇത് ഹസ്തമാണോ ഇതിലാണ് നല്ലത് നോക്കിയാൽ പറഞ്ഞില്ലേ. ഫൈനൈറ്റ് കാൽക്കുലേഷൻ ഞാൻ റെക്കോർഡ് ചെയ്യുന്ന സമയത്തൊക്കെ ഇത് റെക്കോർഡ് ചെയ്യുന്ന വൈകുന്നേരം, കാലത്ത് വേണമെങ്കിൽ വരുത്തി അങ്ങോട്ട് മാറിയുന്നേനെ. പോട്ടെ, ഇത് ചിത്തിര. ഇതിവിടെ ചോതി, സ്വാതി ഉണ്ടല്ലോ, ഉഗ്രൻ, ആർട്ടറസ് എന്ന് പറഞ്ഞാൽ ഉഗ്രൻ നക്ഷത്രമാണ് ആർട്ടറസ്. നമ്മുടെ ഈ 27 നക്ഷത്രങ്ങളിലെ ഏറ്റവും ബ്രൈറ്റ് സ്റ്റാർ സ്വാതിയാണ്, ചോതി. ഇനി വിശാഖം. ഈ തുലാം എന്ന് പറഞ്ഞാൽ ബാലൻസ് ഉണ്ടല്ലോ, അതിൻ്റെ മുകളിൽ പിടിക്കുന്ന സ്ഥലമില്ലേ, കുടുംബ, അതാണല്ലോ വിശിഖ. അതാണ് വിശാഖം. അവിടെ എത്തി. ഇനി കുറച്ച് പുറത്തേക്ക് വരാം. അപ്പോഴേ നമുക്ക് കുറച്ചും കൂടെ ഇതിവിടെ എത്തി. ഇതാണ് നമ്മുടെ നേരത്തെ പറഞ്ഞല്ലോ, ഈ വൃശ്ചികം, തേള്. അതിൻ്റെ തലയിൽ ഉഗ്ര നക്ഷത്രമുണ്ട്, അതാണ് അനുരാധ, അനിഴം. ഇതാണ് ആൻറ്റാരിസ് എന്ന് പറഞ്ഞാൽ തൃക്കേട്ട, ഭയങ്കര നക്ഷത്രമാണ്. പിന്നെ ഇതാണ് അതിൻ്റെ വാല്. ഇവിടെ വാലുണ്ട്, മൂലയ്ക്ക് വാലുണ്ട്, രസത്തല്ല, ഷൗള, റൈറ്റ്, അതാണ് വാല്. അപ്പോൾ ഇത് ഇത്ര എണ്ണം, 3 എണ്ണം ഇതിലുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ ഇതിവിടെ വിശാഖത്തിൻ്റെ അവിടെ എത്തിയിട്ടുള്ളൂ.
ഇനി ദിദാനിരത്തിൻ്റെ അവിടെ എത്തി, ഇതാണോ വിശാഖമാണോ എന്നുള്ളത് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. ഞാൻ ഒരു കാര്യത്തിൽ രാവിലെയാണെങ്കിൽ കുറച്ചും കൂടെ കൃത്യമായിട്ട് കിട്ടിയേനെ. ഇതിപ്പോൾ വിശാഖോ ചിലപ്പോൾ അനിഴമായിരിക്കും, സമയം നോക്കിയിട്ട് പറയാൻ പറ്റുള്ളൂ. ഇത് ഇത് മൂലത്തിൻ്റെ അടുക്കെത്തി. മൂലം ആ തേളിൻ്റെ സ്റ്റിങ്ങാണ്, അതിൻ്റെ വാല് അതിൻ്റെ കുത്തി, അതിലല്ലേ വിഷമുള്ളത്. അത് തന്നെ പരിപാടി. ഇവിടെ സൂര്യനും ചന്ദ്രനും അടുക്കടുക്ക് എത്തി, കർത്താവായി ഇല്ലേ. ഇതേതാ നക്ഷത്രം? ഇതാണ് പൂർവാഷാഢം, അതായത് പൂരാടം. ഇത് ഉത്തരാഷാഢം. നേരത്തെ പറഞ്ഞല്ലോ, രണ്ടെണ്ണം വന്നു കഴിഞ്ഞാൽ പൂർവ്വ ഉത്തരം വരും. അപ്പോൾ പൂരാടം ഉത്തരാടം എന്ന് പറയുന്നത് ഈ ധനുവിലെ 2 നക്ഷത്രങ്ങളാണ്. ഇവിടെ നോക്കൂ, അയ്യോ എന്തൊരു കട്ട കുത്തലാന്ന് നോക്കൂ. ഇതെന്താ അറിയാം, ഇത് മാഴ്സ്. ഇവിടെ നോക്കൂ, മെർക്കുറി, വീനസ്, മാഴ്സ്, സൂര്യൻ, ചന്ദ്രൻ കഴിഞ്ഞു. ഇനി ആകെ അവിടെ ഉള്ളതേ ആകെ നമുക്ക് ജൂപ്പിറ്ററും സാറ്റർണും മാത്രമേ പുറത്തുള്ളൂ, ബാക്കി എല്ലാം ഇവിടെ ഉണ്ട്. അയ്യോ ഭയങ്കര പരിപാടിയത്. ഇനി പോവാ തിരിച്ച് ഒന്നും കൂടി നീക്കിക്കഴിഞ്ഞാൽ അത് ഇവിടെ ഇത് ഉത്രാടത്തിൻ്റെ അവിടെ എത്തി. ഒരു ദിവസം നമ്മൾ മാറ്റാത് തിരുവോണം. കണ്ടില്ലേ, ആൾട്ടയർ എന്ന് പറഞ്ഞൊരു ഉഗ്ര നക്ഷത്രമുണ്ട്. നമ്മുടെ ഈ കഴുകനുണ്ടല്ലോ അതിൻ്റെ തല, ആൾട്ടയർ, അതാണ് തിരുവോണം. അടുത്തത് ഇതാണ് അവിട്ടം. നമ്മളിങ്ങനെ ഈ എന്താ ഹോമം നടത്തിനൊക്കെ ഇങ്ങനെ വെള്ളം ഇത് കോരിയെടുക്കില്ലേ, നെയ്യ്, അതുപോലെ അത് അങ്ങനത്തെ കോരികയാണ് അവിത്തം എന്ന് പറഞ്ഞത്. പിന്നെ അവർ വെസ്റ്റേണേഴ്സ് അതിന് ഡോൾഫിൻ എന്ന് പറയും. ഡോൾഫിൻ ചാടനൊക്കെ ഡോൾഫിൻ, ഡെൽഫീനിയസ് ആണ് അവർ പറയാം. ഓരോരുത്തരും കാണണ ആംഗിൾ നോക്കിയിട്ടല്ലേ പറയാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഇവിടെ ഇത് ഡെൽഫീനിയസിൻ്റെ അവിടെ എത്തി. ഇനി ആദ്യം പുറത്തേക്ക് എടുക്കുക, എനിക്ക് കാണിച്ചു തരണ്ടേ. അപ്പോൾ ഇത് തിരുവോണം അവിട്ടാണ്. ഇവിടെയാണ് ചതയം വരിക. ചതയം ഇതായിരിക്കണം ചതയം. ഓക്കെ, ഇത് പൂരിട്ടാതി ഉണ്ടാവും. ഇവിടെ ഇത് പൂർവ്വ ഭാദ്രപദം, ഇത് ഉത്തര ഭാദ്രപദം. അത് പൂർവ്വ ഉത്തരം. 3 എണ്ണം ഇല്ലേ, ഒന്ന് ചിങ്ങത്തിലുണ്ട്, പിന്നെ ഒന്ന് ധനുവിലുണ്ട്, പിന്നെ ഇവിടെയുണ്ട്. ആ 3 എണ്ണത്തിലാണ് ഈ പൂർവ്വ ഉത്തരമുള്ളത്. പൂരാടം ഉത്രാടം അല്ല, പൂരം ഉത്തരം, പൂരാടം ഉത്രാടം, പൂരിട്ടാതി ഉത്തരട്ടാതി. ഇതിപ്പോൾ ഇവിടെ ഇത് പൂർവ്വ ഭാദ്രപദം. ഒരു ദിവസം കൂടെ മാറ്റ് ഉത്തരഭാദ്രപദം ആയിട്ടുണ്ടാവും. റൈറ്റ്. ഇനി അടുത്തത് ഇവിടെ രേവതി ഉണ്ട്. രേവതി ഒന്ന് കുറച്ച് പുറത്തേക്ക് തന്നെ എടുക്കാം. ഓക്കെ, ശരിയാവുള്ളൂ. ഇനി ഇതാണ് അശ്വതി. കണ്ടോ, നമ്മുടെ സാക്ഷാൽ നമ്മളെവിടുന്നാണ് തുടങ്ങിയത്? ഇവിടുന്ന് കണ്ടല്ലേ തുടങ്ങിയത് ആയിരിക്കണം ഏകദേശം. അതെ, 27 ഇവിടെ വെച്ചാൽ തുടങ്ങിയേക്കണം. 27 ദിവസം കൊണ്ട് കറങ്ങി അവിടെ തന്നെ എത്തും. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് 27 നാളുകൾ വരണേ. അപ്പോൾ അതുകൊണ്ടാണ് എല്ലാ മാസത്തിലും ആദ്യത്തെ 2-3 നാളുകൾ അവസാനവും വരും. ഒരു കറക്കം ചന്ദ്രന് ഭൂമിയുടെ ചുറ്റും കറങ്ങാൻ 27 ദിവസം എടുക്കുള്ളൂ. 27.3 ആണെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ബാക്കി ഉള്ളത് അപ്പോൾ ഒരു 3 ദിവസത്തിൻ്റെ വേറെ ആദ്യം തന്നെ റിപ്പീറ്റ് വരും. അപ്പോൾ ഇവിടെ നിന്ന് അശ്വതി, ഞാൻ പറഞ്ഞ ഷെറാട്ടൻ, ഭരണി, കാർത്തിക വരെ വരുമായിരിക്കും. നോക്കട്ടെ, 29-ാം തീയതി ഇത് ഭരണിയായി. ഇത് കാർത്തികയുടെ മുകളിൽ വന്നു 31 ഡിസംബർ അല്ലേ. അപ്പോൾ ഇവിടുന്ന് തുടങ്ങി ഒന്ന് കറങ്ങി തിരിച്ചിവിടെ വന്ന് പിന്നെ ഇത്രയും കൂടെ വന്നു. ഇതാണ് ഈ മാസത്തിൽ ചന്ദ്രൻ ചെയ്ത പണി. അപ്പോൾ ചന്ദ്രൻ്റെ ട്രാക്കിങ് ചെയ്ത് അതിൻ്റെ ഇടയ്ക്ക് പ്ലാനറ്റ്സ് 3 എണ്ണം അവിടെ ഉണ്ടായിരുന്നു. ഇവിടെ കണ്ടോ, ഇതാണ് സാറ്റേൺ. ഈ ജൂപ്പിറ്റർ അവിടെ നമ്മൾ മിസ് ചെയ്ത് പോയി. അതിൻ്റെ ഇടയിൽ എവിടെയെങ്കിലും അത് ഇനിയിപ്പോൾ തപ്പി പിടിക്കാം. ഇതാണ് അടുത്ത പോയിന്റിലേക്ക് പോവാം. നമ്മുടെ അജണ്ട ഐറ്റം അതില്ല, അത് നേരല്ല. ഇതെന്താണെന്നറിയോ, ചന്ദ്രൻ എത്ര ദിക്കിൽ നാളെ വരുമ്പോഴാണ് നമ്മൾ ഉത്സവങ്ങളെന്ന് പറഞ്ഞില്ലേ. ഇപ്പോൾ ഈ മാസത്തിൽ എന്തൊക്കെയാണ് ഉത്സവങ്ങളുള്ളതെന്ന് നോക്കാം. അതായത് ഗുരുവായൂർ ഏകാദശി ഡിസംബർ 1 വരും. അത് വെളുത്ത പക്ഷത്തിലെ വൃശ്ചിക മാസത്തിലെ വെളുത്ത പക്ഷത്തിലെ ഏകാദശിയാണ് ഗുരുവായൂർ ഏകാദശി. അത് കഴിഞ്ഞ് ഒരു 4 ദിവസം കഴിഞ്ഞാൽ കറുത്ത പക്ഷത്തിലെ കാർത്തിക, അശ്വതി ഭരണി കാർത്തിക. ഏകാദശി 4 ദിവസം കഴിഞ്ഞാൽ ഇത് വെളുത്ത പക്ഷത്തിലെ ഏകാദശിയല്ലേ. അതൊരു 4 ദിവസം കഴിഞ്ഞാൽ തൃക്കാർത്തിക
ശരിക്കും പറഞ്ഞാൽ അന്നാണ് വെളുത്തവാവ്. ഈ നമ്മുടെ ഈ മാസത്തിന് വേറെ നോർത്ത് ഇന്ത്യയിൽ വേറെ പേരുകളാണല്ലോ. അതിലൊരു കാർത്തിക് എന്ന് പറയുന്ന മാസമുണ്ട്, അത് ഏകദേശം നമ്മുടെ വിശ്വാസമായിട്ട് വരും. അപ്പോൾ ആ മാസം അതെന്താ അതിൻ്റെ കൺവെൻഷൻ എന്ന് വെച്ചാൽ, ഏത് നക്ഷത്രത്തിൻ്റെ അടുക്ക ചന്ദ്രൻ എത്തുമ്പോഴാണോ വെളുത്താവ് വരിക, ആ നക്ഷത്രത്തിൻ്റെ പേരാണ് മാസത്തിന്. അപ്പോൾ ഇവിടെ കാർത്തിക മാസത്തിൽ വെളുത്താവ് വരുന്നത് കാർത്തിക ദിവസത്തിലാണ്, നാളിൻ്റെ അന്ന്. അപ്പോൾ അത് 4 ഡിസംബറാണ്. അത് കഴിഞ്ഞാൽ പിന്നെ കറുത്തപക്ഷമായി. അതിൽ കറുത്തപക്ഷത്തിൽ കറുത്തപക്ഷത്തിലെ അഷ്ടമിയാണ് വക്കത്തഷ്ടമി. 8 ദിവസം കഴിഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ അത് കഴിഞ്ഞ് ഒരു 10-16 ദിവസം കഴിയുമ്പോൾ അടുത്ത ഏകാദശി. ഈ ഏകാദശി വെളുത്ത ഏകാദശിയാണല്ലോ, ഇത് അടുത്ത ഏകാദശി വരും. ഇത് 1-ാം തീയതി വരുമ്പോൾ ഏതായാലും 27 മറ്റേ 30 ദിവസത്തിൽ താഴെ നിൽക്കുള്ളൂ. അപ്പോൾ ഇത് ഫസ്റ്റിനും 30th കണ്ടില്ലേ. അപ്പോൾ കൃത്യം 30 ദിവസം. അത് നെല്ലുവായല ഏകാദശിയാണ്, സ്വർഗവാതിൽ ഏകാദശി എന്ന് പറയില്ലേ. നമ്മുടെ ട്രിച്ചി ശ്രീരംഗത്ത് അവിടെ സ്വർഗവാതിൽ എന്ന സാധനം, അത് തുറക്കുന്ന ദിവസമാണിത്. ഒരു ദിവസമേ തുറക്കുള്ളൂ. അപ്പോൾ അത് 30 ഡിസംബർ. ഇനി തിരുവാതിര അടുത്ത മാസമാണ്. പക്ഷേ ഞാനിത് ജനുവരി 2-ാം തീയതി കാരണം ഞാൻ കാണിച്ചു. തിരുവാതിരയും വെളുത്തവാണ്. അതിൽ നമുക്ക് എന്തൊക്കെയാണ് പ്രത്യേകത? ഉറക്കമൊഴിക്കണം രാത്രി. അത് തിരുവാതിര രാത്രി വരുന്ന ദിവസം, രാത്രി കിട്ടണം. അർദ്ധരാത്രിക്കാണ് നമ്മൾ പാതിരാപ്പൂ ചൂടുക. ആർദ്ര ജാഗരണം, അത് ആർദ്ര സമയത്ത് ഉണർന്നിരിക്കുക. നിശീത കുസുമ ധാരണം, അർദ്ധരാത്രിക്ക് പൂ ചൂടുന്ന പരിപാടി. അതൊക്കെ ജനുവരി 2-ാം തീയതിയാണ്. അപ്പോൾ ഇതാണ് ഈ മാസ ഉത്സവങ്ങൾ. ഇനി പ്ലാനറ്റ്സിനെ ഒന്ന് കാണാം. അതിനും മരുന്ന് ഒന്ന് തന്നെ, ഏത് ആസ്ട്രോവിവർ. ഇപ്പം നമുക്ക് ഇതിപ്പോൾ ഡിസംബർ അവസാനമായി, ഒരു മാസം നാട്ടിലേക്ക് പോകാം. ഓക്കെ, ഇവിടെ തന്നെ നിൽക്കട്ടെ. കുറച്ച് വേണമെങ്കിൽ പുറകിലേക്ക് എടുക്കാം. അപ്പോൾ ഇവിടെ കണ്ടോ എന്തൊക്കെയുള്ളതെന്ന് നോക്കൂ. ഇത് സൂര്യൻ, ഇവിടെ മാർസ്, ഇത് ജൂപ്പിറ്റർ, ഇത് മെർക്കുറി. അപ്പോൾ ആദ്യം മെർക്കുറി നോക്കിക്കോളൂ. നമുക്ക് ഓരോ ദിവസം അടിച്ചടിച്ച് വിടാം. മെർക്കുറി പതുക്കെ മൂവിയാണ് മെർക്കുറി. അത്രന്നാലും ഇപ്പോൾ സ്പീഡ് എടുത്തു, സ്പീഡ് പിടിച്ചു. ആദ്യം 2 ദിവസം ഇങ്ങനെ തന്നെ കിഴക്കോട്ട് തന്നെ മൂവിയാണ്. ഇപ്പോൾ 1 ജാനുവരി ആയി. അപ്പോൾ അതിന് നോർമൽ മൂവ്മെൻ്റ് ആണ്. ആദ്യം ഇത്തിരി പതുക്കെ ഉണ്ടായിരുന്നു മാത്രം. ഇനി തിരിച്ചു വരാം. 1 ഡിസംബർ. ഇത് വീനസ് സൂര്യൻ്റെ വെച്ച് പിടിപ്പിക്കുക. സൂര്യൻ്റെ പുറകെ കണ്ടോ, അത് കിഴക്കോട്ട് തന്നെ. അത് നോർമൽ മൂവ്മെൻറ്റാണ്. റിട്രോഗ്രേഡ് എന്ന് പറഞ്ഞാൽ പരിപാടി ഇല്ല, അവിടെ ഒന്നുമില്ല. അടുക്കത്തേക്ക് നേരെ മറച്ചു തന്നെ. ഏകദേശം 31 ഡിസംബറിന് രണ്ടുപേരും ഒരുമിച്ചായി. ഇനി ഒരു മാസം പുറകിലെടുക്കുക. ഇത് 30 നവംബർ, ഒരു ദിവസം മാറ്റി. ഇത് 1 ഡിസംബർ. ഇനി ഇത് മാഴ്സും കിഴക്കോട്ട് തന്നെ പോണത്. പക്ഷേ 18 ഡിസംബർ അത് സൂര്യൻ വെച്ച് പിടിപ്പിച്ച് അതിൻ്റെ ഒപ്പം എത്തി. 28 ഡിസംബർ അടുക്കെത്തി. ഈ 1 ജാനുവരിയൊക്കെ ഇത് 3 കട്ട കുത്തിയാണ്. ഇവിടെ മെർക്കുറി ഉണ്ട്. ഈ സാധനം എന്താ പറയുക, ഈ സൂര്യനെ കുറച്ചങ്ങോട്ട് വിട്ട് നിന്നാൽ മാത്രം ഒരു 12 ഡിഗ്രി മാറിയാൽ മാത്രമേ നമുക്ക് കാണുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഈ വളരെ അടുത്താണെങ്കിൽ സൂര്യൻ ഉദിക്കണതിന് കുറച്ച് മുമ്പ് ചിലപ്പോൾ കാണാൻ സാധ്യത, മിക്കവാറും കാണില്ല. തീരെ അടുക്കുക. ട്വൈലൈറ്റ് എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ടല്ലോ. ട്വൈലൈറ്റ് കാലത്തും ട്വൈലൈറ്റ് സമയത്തും വൈകുന്നേരത്തെ ട്വൈലൈറ്റ് സമയത്തും നമുക്ക് അവിടെയുള്ള പ്ലാന്റ്സിനെ കാണുകയില്ല. അപ്പോൾ അത് ഇനി വേറെ ഒരു ഇതിൻ്റെ ഇത് കാണിച്ചു തരാം. അപ്പോൾ ഇത് മാർസ് വരെ. ഇനി ജൂപ്പിറ്റർ. ഇനിയിപ്പോൾ ഇവിടെ ഇതുണ്ടല്ലോ, ഇത് കണ്ടുപിടിക്കാം. ഇവിടെ ഉണ്ട് കാര്യം. അപ്പോൾ അത് നേരെ നോക്കാം, പിന്നെ തപ്പേണ്ട കാര്യമില്ല. ഒരു മാസം ഫസ്റ്റ് ഇതാണ് സാറ്റേൺ. ഇതിവിടെ നിൽക്കുകയാണല്ലേ. ഈ മീനത്തിൻ്റെ ഈ പെൻറ്റഗണിൻ്റെ ഈ ഇതിൻ്റെ അടുക്കായിട്ട് നോക്കി ഓരോ ദിവസം മാറ്റാം. അത് വളരെ പതുക്കെ 29 കൊല്ലം എടുക്കും ഒരു കറങ്ങാൻ. അപ്പോൾ ഇവിടെ ഇതിൻ്റെ അകത്ത് തന്നെ എടുക്കും 2 കൊല്ലം കണ്ട കഴിയും. അങ്ങനെയാണ് പരിപാടി. ഓരോ ദിവസം മാറ്റാം. കണ്ടോ, അനങ്ങളില്ല പ്രാക്ടിക്കലി. ചെറുതായിട്ട് അനങ്ങുന്നുണ്ട്. ഇവിടെ ഇതിൻ്റെ എവിടെയും കണ്ടായിരുന്നു, ചെറുതായിട്ട് അനങ്ങി. 18 ഡിസംബർ. ഓ ഷോ നോക്കട്ടെ, ഒന്ന് നോക്കട്ടെ, ഒന്ന് ശ്രദ്ധിച്ചോളൂ. ഇവിടെ മുമ്പിലേക്ക് തന്നെ മൂവ് ചെയ്യണം. 27 ജനുവരി, 28 ജനുവരി, 30th, 31st ഇവിടെ വരെ എത്തി. ഇവിടെ ഉണ്ടായിരുന്ന സാറ്റേൺ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനി ജൂപ്പിറ്ററാണ്. ജൂപ്പിറ്റർ ഇവിടെ ഇല്ല. അവനൊന്ന് തപ്പി പിടിക്കണ്ടേ. ഒരു മാസം കുറയ്ക്കാം. അതായത് നമ്മുടെ ഡിസംബർ 31st ആക്കാം. അല്ലെങ്കിൽ 1
31st ഡിസംബർ റൈറ്റ്, 30th നവംബർ റൈറ്റ്. ഇനിയിപ്പോൾ ഒരു ദിവസം കൂട്ടാം. ഓക്കെ, ഇനി അത് നമുക്ക് ജൂപ്പിറ്റർ തപ്പണം. അതിവിടെ വേണമെങ്കിൽ സെർച്ച് ഫോർ ദ സെലസ്റ്റിയൽ ഒബ്ജക്റ്റ് അടിച്ചാൽ അത് ചെയ്താൽ മതി, ജൂപ്പിറ്റർ. അപ്പോൾ അത് പറയും ഈ സമയത്ത് ഇവിടെ കാണില്ല, ആകാശത്തില്ല എന്ന് പറയും. അതാണ് സംഭവം. കണ്ടോ, ഒബ്ജക്റ്റ് ഇസ് നോട്ട് ഓക്കെ. അത് ഇവിടെ കാണാനായിട്ട് തപ്പാൻ പറഞ്ഞു. അപ്പോഴാണ് അത് പറഞ്ഞാൽ ഇല്ല, ഈ സമയത്ത് കാണില്ല. മണിക്കൂറുകളെ കുറച്ച് ഇങ്ങനെ കൂട്ടാം. ബാജൂടെ ഉണ്ട് കേട്ടോ, നമ്മളിതന്ന് കണ്ടുല്ലോ. അതായത് നമ്മുടെ ഈ പോളക്സും കാസ്റ്ററും, അതായത് ട്വിൻസിൻ്റെ എടുക്കാൻ അവിടെ ഉണ്ട്. അതിപ്പോൾ 1 ഡിസംബറാണ്. 1 ഡിസംബറിൽ ഇത് ഇവിടെ കണ്ടു റൈറ്റ്. ഇനി അവിടെ നോക്കാം, ഓരോ ദിവസം മാറ്റി വെക്കാം. വലിയ അനക്കമൊന്നുമില്ല. പുറകിലേക്ക് ഇത്തിരി ഉണ്ട് കേട്ടോ, പുറകിലേക്ക് ചെറുതായിട്ട് പുറകിലേക്ക് മാറി ഉണ്ടോ, ചെറുതായിട്ട് മാറുന്നുണ്ട്. യെസ് യെസ് യെസ്, ഇതിൻ്റെ നേരെ ഉണ്ടായിരുന്നു ഇങ്ങോട്ട് എത്തി. 24 ഡിസംബർ, 25 ഡിസംബർ കണ്ടോ, മൂവി ഉണ്ട്, റിവേഴ്സ് മൂവ്മെൻറ്റ് ഉണ്ട്. ഇവിടെ ഉണ്ടായിരുന്ന സാധനം ഇങ്ങോട്ട് എത്തിയല്ലോ. ഒരു മാസം കൊണ്ടായിരുന്നു മാത്രം, പക്ഷേ ചെറുതായിട്ട് മൂവ്മെൻറ്റ് ഉണ്ട്. 28, 29, 30, 31 കണ്ടോ, ഇവിടുന്ന് മാറി ഇത്ര ഇങ്ങോട്ട് മാറിയിട്ടുണ്ട് ചെറുതായിട്ട്. ഇതാണ് 31 ഡിസംബറിൽ. അപ്പം ജൂപ്പിറ്ററായി. സാറ്റേൺ നേരത്തെ കണ്ടു. ബാക്കിയുള്ളതൊന്നും ഞാൻ പറയണേ ഇല്ല. ഇതാണ് പ്ലാനറ്റ്സിൻ്റെ മൂവ്മെൻറ്റ്സ്. ഇനി ഇത് കാണാൻ 2-3 പരിപാടിയുണ്ട്. പ്ലാനറ്റ്സിൻ്റെ വിസിബിലിറ്റി കാണാനായിട്ട് ഈ ഒരു സോഫ്റ്റ്വെയർ ഉണ്ടല്ലോ, 31 ഡിസംബർ ഒരു മാസം. ഇതിൽ തന്നെ ഒരു ഓപ്ഷൻ ഉണ്ട്, പ്ലാനറ്റ്സ് വിസിബിലിറ്റി എന്ന് പറഞ്ഞ്. അതൊരു മാസം. ഇപ്പോൾ 30th നവംബർ ഒരു ദിവസം മാറ്റുക, 1 ഡിസംബർ. ഈ കറുപ്പെന്ന് പറഞ്ഞാൽ രാത്രിയാണ്. കട്ടക്കറുപ്പുണ്ടല്ലോ ഇവിടെ. ആ കട്ടക്കറുപ്പ് വരുമ്പോഴാണ് നമുക്കിതിനെ കാണാൻ പറ്റുക. ഇവിടെ ഇതിൻ്റെ അകത്തേക്ക് പ്ലാനറ്റ്സ് വരുമ്പോഴാണ് കാണുക. ഇപ്പോൾ ഇവിടെ 1 ഡിസംബറിന് ഇതേ കണ്ടോ, മെർക്കുറി ആദ്യത്തെ ഇവിടെ കാണാം. എപ്പോൾ മുതൽ ഇത് 3, 4 ഇതാണ്. ഇത് 6 മണിയാണ്. 6 മണി, ഒരു 5:30 മുതൽ ഒരു 6 മണി വരെ കാണും. കഷ്ടി രാവിലെ അത്രേ ഉള്ളൂ, രാത്രി. ഓക്കെ, അത് മാത്രമേ ഉള്ളൂ. ഇവിടെ രാവിലെ ഇവിടെ ഈ സമയത്ത് കാണുന്നില്ല. ഇത് മെർക്കുറിയുടെ കഥയാണ്. ഇനി ഓരോ ദിവസം മെർക്കുറി മാത്രം ഒന്ന് നോക്കാം, എത്ര അത് എങ്ങനെ മാറുന്നുണ്ടെന്നുള്ളത്. ഓരോ ദിവസം മാറ്റാം. അവിടെ അനങ്ങി നിൽക്കുകയാണ്, അനക്കമില്ലാണ്ട് നിൽക്കുകയാണ് ആദ്യത്തെ കുറച്ച് ദിവസങ്ങളിൽ മെർക്കുറി. പിന്നെ അതേ പുറകോട്ട് കുറേശ്ശെ അടിച്ചു പോയി. കണ്ടോ, 8-ാം തീയതി കഴിഞ്ഞാൽ പിന്നെ അത് പുറകോട്ട് അടിക്കുക. 8-ാം തീയതി കഴിഞ്ഞാൽ പിന്നെ കാണാണ്ടാവും. 30th ഡിസംബർ ആണ് മെർക്കുറിയുടെ അവസ്ഥ. ഇനി ഒരു മാസം മാറ്റി ഒരു ദിവസം കൂട്ടി. ഓക്കെ, വീനസ് ഇതിപ്പോൾ കാണില്ല, ടോയ്ലറ്റിലാണ്. ഇവിടെ ടോയ്ലറ്റിലാണ്. അതിന് നോക്കാം അങ്ങുണ്ടോ എന്നുള്ളത്. ഓരോ ദിവസം അങ്ങോട്ട് മാറ്റാം. ടോയ്ലറ്റിൻ്റെ അകത്തേക്ക് പിന്നെയും പോവുക. കണ്ടില്ലേ, ടോയ്ലറ്റ് കാണില്ല, വീനസ് കാണുകയില്ല. ഓക്കെ, ഇനി ഇതിപ്പോൾ 24th ഡിസംബറായി. ഒരു മാസം മാറ്റി 26 ജനുവരി. ഓക്കെ, 27th ഡിസംബർ. 27th നവംബർ. ഫസ്റ്റ് ഡിസംബറായി. ഇവിടെ ഇനി മാഴ്സ് ടോയ്ലറ്റിലാണ് ഇവിടെ, പക്ഷേ ഇവിടെ ഒട്ടും കാണില്ല. ഇത് ചിലപ്പോൾ രാവിലെ രാത്രി അസ്തമിച്ച് ഒരു 6:30 വരെയൊക്കെ കാണുമായിരിക്കും ചിലപ്പോൾ, തീരെ മങ്ങി. ഇനി ഓരോ ദിവസം മാറ്റാം. മാർച്ച് 11th ഡിസംബർ വലിയ അനക്കമൊന്നുമില്ല. കണ്ടോ, ആനങ്ങാണ്ട് നിൽക്കുകയാണ് മാഴ്സ്. ബാമ്പോ ഇത് തിരിച്ചങ്ങോട്ട് പോയി. ഇവിടെ അകത്തേക്ക് കയറിയിട്ടുമില്ല. ഇതാണ് മാർസിൻ്റെ പരിപാടി. ഇനി ജൂപ്പിറ്റർ ഒരു ദിവസം മാറ്റി 29, 30th, 31st ആക്കാം. എന്നിട്ട് പിന്നെ ഒരു മാസം കുറയ്ക്കാം. നവംബർ 31 ഒരു ദിവസം കൂടി കഴിഞ്ഞാൽ 1 ഡിസംബർ. ഇതാണ് ജൂപ്പിറ്റർ. നല്ലോണം തെളിഞ്ഞ് കാണാം. രാത്രി ഒരു 8:30 മുതൽ വെളിച്ചാണ് വരെ കാണാൻ പറ്റും. ഇനി അത് ഒരു ദിവസം മാറ്റാം. കണ്ടോ, അതിൻ്റെ കാഴ്ച കൂടി വരിക.
ഡിസംബർ 15, ഡിസംബർ 20, 22, 27, 28, 29 ഒക്കെ ആയപ്പോഴത്തേക്കുണ്ടല്ലോ ഇത് അസ്തമിച്ച് കഴിഞ്ഞപ്പോൾ ടോയ്ലറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവിടെ കണ്ടു. എന്നിട്ട് ഫുൾ രാത്രിയാണ്. അപ്പോൾ ഇത് ഉദിക്കണത് വൈകുന്നേരം വൈകുന്നേരം അസ്തമിച്ച് കഴിഞ്ഞാൽ അത് കണ്ടു തുടങ്ങും. എന്നിട്ട് രാവിലെ ഉദിക്കണവരെ കാണും ആൾമോസ്റ്റ്. അതാണ് ജൂപ്പിറ്ററിൻ്റെ പരിപാടി. ഇനി അടുത്ത 20 ഡിസംബർ, 30 നവംബർ. ഇനി ഇത് സാറ്റൻ പച്ച ഞാൻ നോക്കുള്ളൂ. അത് നമുക്ക് അസ്തമിക്കുന്ന സമയത്ത് അത് ഉണ്ട് ഓൾറെഡി, സ്കൈയുടെ പകുതി വരെയൊക്കെ ആയിട്ടുണ്ട്. പിന്നെ ഇവിടെ അസ്തമിക്കുന്നത് വെളുപ്പിന് 12 മണി കഴിഞ്ഞാൽ അതൊന്ന് മാറ്റാം. കണ്ടോ, നേരത്തെ അസ്തമിച്ച് വരും. കണ്ടില്ലേ? 10 ഡിസംബറൊക്കെ ആയപ്പോഴത്തേക്കും അത് കൂടുതൽ വലിയാണ്. അപ്പോൾ അസ്തമിക്കുന്ന സമയത്ത് സൂര്യൻ അസ്തമിക്കുന്ന സമയത്ത് കാണും, പക്ഷേ നേരത്തെ അസ്തമിക്കും ആശാൻ. 31 ഡിസംബർ രാത്രി ഒരു 11 മണിക്ക് അസ്തമിക്കും. മറ്റേ ഇവിടെ ഉണ്ടായിരുന്നതാണ്, അതിങ്ങോട്ട് വന്നത്. ഇതാണ് പ്ലാനറ്റ്സിൻ്റെ വിസിബിലിറ്റിയുടെ ഒരു പരിപാടി. ഇനിയിപ്പോൾ അതിൽ ഞാൻ ഉണ്ടാക്കിയ സോഫ്റ്റ്വെയർ കാണിച്ചു തരാം, റിട്രോഗ്രേഡിൻ്റെ പരിപാടി. അത് ഞാൻ എക്സലിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിൻ്റെ മൂവ്മെൻറ്റ്സിൻ്റെ എല്ലാം എനിക്ക് അതിൻ്റെ ഒക്കെ ഇക്വേഷനൊക്കെ ഉണ്ട്, അതൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ട് എനിക്ക് എക്സൽ ഒരു വീക്ക്നെസ്സാണ്. ഇത് 2025 മെർക്കുറി ഇതിങ്ങനെ ഈ എല്ലാ പ്ലാനറ്റ്സും ഇങ്ങനെ മാസം അത് ഈ പ്ലാനറ്റ് ഇപ്പോൾ ഇത് ചിങ്ങാണെങ്കിൽ ചിങ്ങം കന്നി തുല അങ്ങനെ പോകണം. അപ്പോൾ ഡേറ്റ് മാറുമ്പോൾ നമ്മുടെ കോൺസ്റ്റലേഷൻ മാറി വരും. അപ്പോൾ ഇങ്ങനെ റൈസിങ് ടുവേഴ്സ് റൈറ്റ് അങ്ങനെയാണ് ഇതിൻ്റെ ട്രെൻഡ് വേണ്ടത്. പക്ഷേ തിരിച്ചിങ്ങനെ റോളർ കോസ്റ്റർ മൂവ്മെൻറ്റ് വന്നാലാണ് റിട്രോഗ്രേഡ് എന്ന് പറയുക. അപ്പോൾ ഇത് ഇവിടെയൊക്കെ ഉണ്ടായിരുന്നു റിട്രോഗ്രേഡ്. ഇതാണ് മെർക്കുറിയുടെ മൂവ്മെൻറ്റ്. ഇവിടെ റിട്രോഗ്രേഡ് തുടങ്ങി എന്നത് നവംബർ 7 നവംബർ തുടങ്ങി. അത് 2 ഡിസംബർ വരെ മെർക്കുറിക്ക് റിട്രോഗ്രേഡ് ആണ്. ഞാൻ ആദ്യം പറഞ്ഞില്ല ഒന്നും അറച്ചു നിൽക്കണ്ടോന്ന്. അത് കഴിഞ്ഞിട്ടതേ സംഗതി. ഇതാണ് മെർക്കുറി റിട്രോഗ്രേഡ് ഉണ്ട്. വീനസിന് ഇവിടെ ഉണ്ടായിരുന്ന ഒരു നല്ല റിട്രോഗ്രേഡ്. പിന്നെ അത് കഴിഞ്ഞ് മിടുക്കൻ ഇവിടെ സ്ട്രൈറ്റ് ആണ് പോകണം. മാർസ് ഇവിടെ ഒരു റിട്രോഗ്രേഡ് ഉണ്ടായിരുന്നു തുടക്കത്തിൽ, ജനുവരി ഫെബ്രുവരി ആ സമയത്ത്. ഡിസംബർ 24 ഡിസംബർ മുതൽ മാർച്ച് വരെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഗുഡ് ബൈ പോണം. ഇത് ജൂപ്പിറ്റർ ഇവിടെ വന്നിട്ട് ഇവിടെ വരെ ക്ലീനാണ്. അത് കഴിഞ്ഞ് 7 നവംബർ കഴിഞ്ഞ സംഗതി ആശാൻ പുറകിലേക്ക് അടിച്ചു. അപ്പോൾ അവിടെ റിട്രോഗ്രേഡ് ഉണ്ട്. സാറ്റേൺ റിട്രോഗ്രേഡ് ഉണ്ടായിരുന്നു. ആ റിട്രോഗ്രേഡ് വന്നിട്ട് കണ്ടോ 27 നവംബർ ഡിസംബറിൽ റിട്രോഗ്രേഡിലാണ്. അവിടെ കുറച്ച് ഒരു പെൻറ്റഗൺമാരുള്ള അതിൻ്റെ പുറകിലേക്ക് മാറുന്നുണ്ട്. അപ്പോൾ സാറ്റേണിനും ജൂപ്പിറ്ററിനും റിട്രോഗ്രേഡ് ഉണ്ട് ഈ മാസം കൃത്യമായിട്ട്. തുടക്കത്തിൽ മാർസിനുണ്ടായിരുന്നു, അതിന് ക്ലിയർ ചെയ്ത് വന്നു. ഇത് കൂട്ടിക്കോളും. ഇതാണ് എക്സലിൻ്റെ ഗുണം. ഇതൊക്കെ എക്സൽ ഇക്വേഷനായിട്ട് പഠിപ്പിക്കാൻ പ്ലാനറ്റ്സൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഇക്വേഷൻ അടിച്ച് പിടിപ്പിച്ചൊക്കെ ആണല്ലേ. ഓരോ പ്ലാനറ്റിൻ്റെ എത്ര ഡിഗ്രി ചരിവ് എന്നൊക്കെ പറഞ്ഞ് ഇക്വേഷനൊക്കെ ഉണ്ടാക്കി അതൊക്കെ ചെയ്യാം. എക്സൽ ഇസ് എ വെരി ഗുഡ് ഒരു ആപ്പാണിത്. അത് വെച്ചിട്ടാണ് ഇതൊക്കെ ചെയ്ത് കംപ്ലീറ്റ് ചെയ്തേക്കുന്നത്. പഞ്ചാംഗം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്, അതൊക്കെ ഇത് വെച്ചാൽ ഫുൾ പഞ്ചാംഗമുണ്ട്. ഇനി അപ്പോൾ ആ പരിപാടി കഴിഞ്ഞില്ല. ഇനി നമ്മുടെ പഴയ ഇവിടേക്ക് പോവാം. റിട്രോഗ്രേഡ് നമ്മൾ നോക്കി. ഇനി അടുത്ത പരിപാടി എക്ലിപ്സ് ഉണ്ടോ കണ്ടുപിടിക്കണ്ടേ. അതിനും അത് എൻ്റെ ഒരു എക്സലുണ്ട്. എൻ്റെ എല്ലാം മുഴുവൻ അത് ഓക്സ്ഫോർഡിൻ്റെ കേംബ്രിഡ്ജിൻ്റെ ഒരു പരിപാടിയാണ്. അതിനെ ഞാനെടുത്തിട്ട് ഒന്ന് മോഡിഫൈ ചെയ്ത് ഇന്ത്യൻ കോണ്ടെക്സ്റ്റിലേക്ക് ആക്കിയെടുത്തു. ഇതിപ്പോൾ 2025 ഇതാദ്യം സോളാർ എക്ലിപ്സ് എന്നാ വരിക കറുത്തവാവിൻ്റെ അന്ന്, ലൂനാറോ വെളുത്തവാവിൻ്റെ അന്ന്. അപ്പോൾ ആ ഒരു മാസത്തിൽ എന്നാണ് വെളുത്താവോ കറുത്താവോ എന്ന് വെച്ചാൽ അന്ന് മാത്രം നോക്കിയാൽ മതി. ഇതിപ്പോൾ 2025 മാസം ഏപ്രിലാണ്. അതിന് വരെ നമുക്ക് 12 നോക്കണ്ടേ, 11 വരെ നോക്കാം. ജൂലൈ 10 ഇപ്പോൾ 12 എടുക്കാവുക. അതിൻ്റെ അടുക്കുള്ള കറുത്തവാവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നവംബർ 20 നമ്മുടെ ഉത്സവത്തിൻ്റെ ഇടയ്ക്ക്. അറിയാലോ, അന്നില്ല. ഈ ഇതൊക്കെ നെഗറ്റീവ് ആണെങ്കിൽ അത് വാവില്ല, അല്ല എക്ലിപ്സ് ഇല്ല. അപ്പോൾ ഇനി ഒരു കാര്യം ചെയ്യാം, 26 ജനുവരി കൂടെ നോക്കാം. അപ്പോൾ ഇതിപ്പോൾ ഉത്സവത്തിൻ്റെ ഇടയ്ക്കല്ലേ വന്നുള്ളൂ. 26 ഇവിടെ 1 എടുക്കാം, ജനുവരി 26.
അപ്പോഴാണ് ഡിസംബർ 12 കറുത്തതാവുണ്ട്, പക്ഷേ അന്നും ഇല്ല, നെഗറ്റീവ്. അപ്പോൾ നോ എക്ലിപ്സ്, സോളാർ എക്ലിപ്സ് ഡ്യൂറിങ് ഡിസംബർ 2025. ഇനി ലൂണാർ കാണാം. ലൂണാറും 2025 10/11 എടുക്കുക മാസം, റൈറ്റ്. അപ്പോൾ 5/11 ഉണ്ടായിരുന്നു, പക്ഷേ അന്ന് വെളുത്തമായിരുന്നു, പക്ഷേ അന്ന് നെഗറ്റീവാണ്. അപ്പം അന്നൊന്നും ഇല്ല. ഇനി 12 ഡിസംബർ 5 ഒരു വെളുത്തമാവുണ്ട്, അന്നും ഇല്ല. കണ്ട ഇവിടെയൊക്കെ നെഗറ്റീവ് കിടക്കണേ. ഇനി എന്നാൽ മറ്റേ നിങ്ങൾ നോക്കാം, 5 അപ്പോൾ ചിലപ്പോൾ ഒന്ന് ജനുവരി 26 കൂടെ ഒന്ന് തപ്പിയേക്കാം. ജനുവരി 26 ഇല്ല, അപ്പോഴും ഇല്ല. അപ്പം അതിൻ്റെ അർത്ഥം ഡിസംബറിൽ ഈ മാസത്തിൽ സൂര്യഗ്രഹണവും ഇല്ല, ചന്ദ്രഗ്രഹണവും ഇല്ല എന്നുള്ളത് തീരുമാനിക്കാം. 35 മിനിറ്റായിട്ട് ഇനി വേഗം സ്പീഡിൽ പോകണ്ടേ. അയ്യോ ബോ. ഇനി അടുത്ത ഐറ്റം മീറ്റിയർ ഷവർ. അതെന്താണെന്ന് വെച്ചാൽ അതൊന്ന് പറയാം. നമ്മുടെ കോമറ്റ്സ് ഉണ്ടല്ലോ, വാൽനക്ഷത്രങ്ങൾ, അതിന് എന്താ വാലെന്ന് പറഞ്ഞാൽ എന്താ അറിയോ? ഇങ്ങനെ കട്ടകളാണ്, ഇങ്ങനെ മണ്ണും കട്ടയൊക്കെയാണ്. അതുകൊണ്ടാണ് അതിങ്ങനെ മൂവ് ചെയ്യണേ. അപ്പോൾ അതിൻ്റെ ഓർബിറ്റ് ഇങ്ങനെ വലിയൊരു എലിപ്റ്റിക്കൽ ഓർബിറ്റാണ്. അതിങ്ങനെ സൂര്യന് ചുറ്റും ഇങ്ങനെ വലുതായിട്ട് കിടക്കുക. അപ്പോൾ അങ്ങനെ പലപ്പോഴും ഭൂമിയുടെ ഓർബിറ്റും ഈ നമ്മുടെ കോമറ്റിൻ്റെ ഓർബിറ്റുമായിട്ട് കട്ട് ചെയ്യുമ്പോൾ ഓർബിറ്റായിട്ട് ഭൂമി ഇതുമായിട്ട് ഇടിക്കൊന്നുമില്ല. ഓർബിറ്റ് കട്ട് ചെയ്താൽ തന്നെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവിടെ ഇതിലെ കല്ലും കെട്ടലുണ്ടെന്ന് പറഞ്ഞല്ലോ, അത് സ്പീഡിൽ ഭൂമിയുടെ ആ ഒരു ആകർഷണ ബലത്തിൽ പെട്ട് കഴിഞ്ഞാൽ അവിടെ നിന്ന് ശക്തിയിലും കൂടി ഭൂമിയുടെ നടുക്കിലേക്ക് വരും. ഭയങ്കര വെലോസിറ്റിയില്ല, km/s, സോ മെനി km/s ആണ് അതിൻ്റെ സ്പീഡ്. അങ്ങനെ വരുമ്പോൾ ഫ്രിക്ഷൻ കാരണം അതിൻ്റെ അകത്തുള്ള ഈ കല്ലും കട്ടയൊക്കെ ഉണ്ടല്ലോ, ചിലപ്പോൾ കത്തി പിടിക്കും. ചിലപ്പോൾ അവിടെ ഒരു അറ്റ്മോസ്ഫിയറിൽ കുറേ ഫ്ലെയിമബിൾ സാധനങ്ങളൊക്കെ ഉണ്ടാവും, അത് കത്തി പിടിക്കും. അതാണ് കത്തിക്കൊണ്ട് വരുന്നത്. അത് ഒരെണ്ണമല്ല, കുറേ അധികം എണ്ണം വരുന്ന ഒരു ഫിനോമിന ഉണ്ട്. അതിനാണ് മീറ്റിയർ ഷവർ എന്ന് പറയുന്നത്. അതിന് ഞാൻ അത് റൈറ്റ് ഇതിൽ തന്നെ കാണിക്കാം. ഇത് കണ്ടോ, ഇത് ഇൻ്റർനാഷണൽ മീറ്റിയർ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞ സംഘടനയുണ്ട്. അവരെല്ലാ കൊല്ലത്തെയും മീറ്റിയർ ഷവറിൻ്റെ കണക്ക് നേരത്തെ തന്നെ പബ്ലിഷ് ചെയ്യും. അതിൽ ഞാൻ അതിൻ്റെ ഹെഡിങ് കൊടുത്തു, പിന്നെ നവംബർ വരെല്ലാം ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞു. അപ്പോൾ നവംബറും അല്ലെങ്കിൽ നോക്കിയാൽ മതിയല്ലോ. ഇത് ഈ ഷവേഴ്സിന് പേര് ഇഡ്സ് എന്ന് പറഞ്ഞാണ് വരിക. ഇത് ജെമിനിഡ് എന്ന് പറഞ്ഞാൽ ജെമിനി എന്ന് പറഞ്ഞാൽ നമ്മുടെ മിഥുനം ഉണ്ടല്ലോ, മിഥുനത്തിൻ്റെ അവിടെ നിന്നാണ് അത് സ്റ്റാർട്ട് ചെയ്യുക. അതുകൊണ്ടാണ് ഏത് കോൺസ്റ്റലേഷനിൽ നിന്നാണോ ഈ മീറ്റേഴ്സ് വരാനതായിട്ട് കാണണത്, അതിൻ്റെ പേരാണ് ഇപ്പോൾ ജെമിനി എന്ന് പറഞ്ഞാൽ ജെമിനിഡ് എന്ന് പറയും, ഹൈഡ്ര എന്ന് പറഞ്ഞാൽ ഹൈഡ്രഡ് എന്ന് പറയും, ഉഴ്സ എന്ന് പറഞ്ഞാൽ ഉഴ്സെഡ് എന്ന് പറയും. അങ്ങനെയാണ്. അപ്പോൾ ഇതാണ് ജെമിനി ഉപഗ്രഹം. അത് ഞാൻ മാർക്ക് എടുക്കണമെന്ന് വെച്ചാൽ ജെമിനി അത് ഡിസംബർ 4 മുതൽ ഡിസംബർ 20 വരെയാണ് കാണപ്പെടുക. പക്ഷേ എന്താ നടക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസംബർ 14 മാക്സിമം വരിക. അന്ന് നോക്കിയാൽ ഒരു മണിക്കൂറിൽ 150 മീറ്റർ വരണമാണ്. ഇസ് അറ്റ് ദ ജെനിത്തൽ അവർലി റേറ്റ്. പീക്ക് ചെയ്യുന്ന സമയത്ത് ഒരു മണിക്കൂറിൽ എത്ര മീറ്റർ വരണമാണ്? 150. അതായത് ഒരു മിനിറ്റിൽ ഒരു 2.5 എണ്ണം എന്ന് കൂട്ടിക്കോളൂ, 3 എന്നൊക്കെ കൂട്ടാം, 3 കൂട്ടാം. അപ്പോൾ നമ്മൾ ആ സ്ഥലത്തേക്ക് നോക്കിയിരുന്നാൽ ടക്ക് ഇങ്ങനെ വരും. ഒരു മണിക്കൂറിൽ ഒരു മിനിറ്റിൽ ഒരു 3 എണ്ണം. ഇത് എവിടെ നോക്കണമെങ്കിൽ ഇത് കണ്ടോ, ഇതിൻ്റെ വെലോസിറ്റി നോക്ക് വരണത് 35 km/s. ഇവിടെ 75 100ഒക്കെ ഉണ്ട്, 100 ഉണ്ട്, 71 ഉണ്ടല്ലേ ലിയോണിലൊക്കെ, അതൊക്കെ വേറെ. പക്ഷെ അതൊന്നും എണ്ണം കുറവാണ്. ഇത് പക്ഷേ 150 മാക്സിമം ഇത് കാണാവുന്ന നല്ല ഷവറാണ് ഇത്. പക്ഷേ ഇത് കാണണമെങ്കിൽ എവിടെയാണ് നോക്കണ്ടേ, നോക്കണ്ടേന്ന് പറഞ്ഞു. നോക്കണ്ടേ ഡിസംബർ 14 മാക്സിമം. ഡിസംബർ 4 പോലും കാണും. എവിടെ നിങ്ങൾക്ക് ആകാശം നോക്കി എവിടെയാണ് മിഥുനം എന്നറിഞ്ഞാൽ അവിടെ തപ്പിയാൽ മതി. കുറേശ്ശൊക്കെ കാണും. കൂടി വന്ന് മാക്സിമം ഈ ദിവസമാണ് വരിക. പക്ഷേ അവിടെ ചിലപ്പോൾ അന്ന് വെളുത്തവാണ്, അവിടെ എങ്ങനെയാണ് ചന്ദ്രൻ എന്ന് വെച്ചാൽ പരിപാടി കൂട്ടി. അപ്പോൾ ആണോ എന്നുള്ളതും കൂടെ നമുക്ക് നോക്കണം. ഇത് എവിടെ നിന്നാണ് കാണുക എന്നുള്ള ഒരു സ്ലൈഡാണ്. ഇതാണ് മിഥുനം, അല്ലേ? 2
കുട്ടികൾ തോളത്ത് കയറ്റി നിൽക്കുന്നതാണ് പരിപാടി. ഇവിടെ ഡിസംബർ 5 വിടുന്നു പറഞ്ഞായിട്ട് കാണും. പിന്നെ ഇങ്ങനെ നീങ്ങും കറങ്ങണ്ടല്ലോ ഭൂമി, അപ്പോൾ അത് മാറി. അപ്പോൾ കറങ്ങാന്ന് വെച്ചാൽ സൂര്യന് ചുറ്റും. ഇവിടെ 14 മാക്സിമം പറഞ്ഞത് ഇവിടെ നിന്ന് അല്ലേ. ഇത് ജെമിനി എന്ന് പറഞ്ഞാണ്, ജെമിനേറ്റ് എന്ന് പറഞ്ഞത് കേട്ടോ. ഡിസംബർ 4 മുതൽ 17 വരെയാണ് കാണാൻ. മാക്സിമം ഡിസംബർ 14 വരിക. ISRHR 150 ഇതൊക്കെയാണ് കാര്യം. വെലോസിറ്റി ഉണ്ട് 35 km/s. അമ്പട ഇതാണ് കാണുക. പക്ഷേ അന്ന് വെളുത്താവാണോ നോക്കണ്ടേ. അതാണ് ഡിസംബർ 5 വെളുത്താവ്. 14 അല്ലേ? ഓ ഇല്ല, ഓൾമോസ്റ്റ് കറുത്താവിൻ്റെ അടുക്ക് വരും. അത് ഒരു അഷ്ടമിയൊക്കെ ആവും. അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല, കാണാൻ നമുക്ക് വിരോധമില്ല. അടുക്കാണോ എന്നും കൂടെ വേണമെങ്കിൽ നോക്കാം. അത് നമ്മുടെ അസ്റ്റോവറിൽ പോയി നോക്കാമല്ലോ. അസ്റ്റോവറിൽ പോയി നോക്കാം. സ്കൈ മാപ്പ് 14 എടുക്കാം. ഡിസംബർ 31 ഒരു ദിവസം. ഡിസംബർ 11, 12, 13, 14. ഓക്കെ, 14 ഇവിടെ നിന്നാണ് വരിക. ഇവിടെ അല്ലേ, ഇതാണ് ട്വിൻസ്. ഇവിടെ നിന്നാണ് ടകടകാന്ന് വരുന്നത്. പക്ഷേ ഇവിടെ എങ്ങും ചന്ദ്രനില്ല കണ്ടോ. അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല. ചന്ദ്രൻ എവിടെയാണെന്ന് ഏകദേശം നോക്കി നോക്കാം. രാത്രി 1:30 മണിയാണ്. ഇതിവിടെ ചന്ദ്രൻ, അതും തീരെ ചെറുതാണല്ലോ. അപ്പോൾ കുഴപ്പമില്ല, നല്ലോണം കാണാൻ പറ്റുന്ന മിറ്റേഷവറാണ് ഈ ജെമിനിഡ്. ഇത്തവണ കണ്ടോളൂ, അപ്പം നിങ്ങൾ നോക്കിയാൽ മതി. ഞാൻ ഒരിക്കൽ ഈ ക്ലാസ് റിഫൈനറി സ്കൂളിലെ കുട്ടികൾക്ക് ഇതിന് പ്രാന്തി പഠിപ്പിക്കാൻ വേണ്ടി ക്ലാസ് എടുത്തിരുന്നു, ഈ സ്കൈ വാച്ചിങ്ങിൻ്റെ. വൈകുന്നേരം ഉച്ച കഴിഞ്ഞ് ക്ലാസ് തുടങ്ങും. വൈകുന്നേരം വരെ ക്ലാസ് എടുക്കും, എന്താ സ്കൈ എങ്ങനെ മൂവ് ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ. അത് കഴിഞ്ഞിട്ട് ഒരു വൈകുന്നേരം കാപ്പിയെ കുടിച്ച് കഴിഞ്ഞാൽ തിരുനേരം റെസ്റ്റ്. എന്നിട്ട് ഇരുട്ടാകുമ്പോൾ പോയി ആകാശം കാണും. അത് കഴിഞ്ഞ് ഞങ്ങളുടെ ഗസ്റ്റ് ഹൗസിൽ താമസിക്കും. പിള്ളേരെല്ലാം കൂടെ ഒരു മുറിയിലിടും. ബോയ്സ് ഒരു മുറിയിൽ, ഗേൾസ് ഒരു മുറിയിൽ. അവർക്ക് കോസടിയൊക്കെ കൊണ്ട് കൊടുത്തിട്ടുണ്ട്. എനിക്ക് മാത്രമേ AC റൂം കിട്ടും. അങ്ങനെ കഴിഞ്ഞ് രാവിലെ വെളുപ്പിനൊരു 3 മണിക്ക് എണീക്കും. ടീച്ചേഴ്സും പിള്ളേരെല്ലാം കൂടെ കൂടി ഞങ്ങൾ അവിടുത്തെ ഗ്രൗണ്ടിൽ പോയി ബാക്കിയുള്ള ഇതൊക്കെ കാണുമായിരുന്നു. അങ്ങനത്തെ ഒരു പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് മിച്ച ഷവേഴ്സ് വരുമ്പോൾ കാണാറുണ്ട്. ഞാനിവിടുന്ന് നോക്കും. ടീച്ചേഴ്സും കുട്ടികളും അവിടെ കോളനിയിലുള്ളവർ അവിടെ നോക്കും. പിന്നെ അവൻ്റെ വീടുകളിൽ നോക്കും. അവർ ചിലപ്പോൾ സാറെ കണ്ടു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മെസ്സേജ് അയക്കാറുണ്ട്. അതുകൊണ്ട് നല്ലൊരു ഇൻട്രസ്റ്റിംഗ് സാധനമായി മീറ്റർ ഷവർ കാണല്. അപ്പോൾ ഇവിടെ ശല്യമൊന്നുമില്ല. ഇവിടെയാണ് വളരെ ചെറിയ മൂണാണ്. അധികം വെളിച്ചത്തിൻ്റെ അടുത്തൊന്നും എത്തില്ല. തുടങ്ങിയിട്ടുള്ളൂ. അത് എത്ര ദിവസമായി? ഏജ് 24 ദിവസം, ഏകദേശം ഓൾമോസ്റ്റ് കർത്താവാറായില്ലോ. അതാണ് കാര്യടി. അപ്പോൾ ഇത് നല്ലോണം കാണാൻ പറ്റിയാണ്. നിങ്ങൾ ശ്രമിച്ചോളൂ. അപ്പോൾ അത് കഴിഞ്ഞില്ലേ, ഇനിയിപ്പോൾ നമുക്ക് തിരിച്ചു പോയപ്പോൾ തീരാറായി സംഭവം. ഇവിടെയല്ലേ കണ്ടിരുന്നേ. യെസ്, ഇനി ഒരു സൈഡ് ഉള്ളൂ എന്നുണ്ട്, നോക്കാം. ഇനിയിപ്പോൾ നമ്മളെന്തായിരുന്നു നമ്മുടെ അജണ്ട? അതിൽ ഫസ്റ്റ് നമ്മൾ സൂര്യനെ കണ്ടു. സൂര്യൻ വൃശ്ചികത്തിലും ധനുവിലുമാണെന്ന് കണ്ടു. മൂണിനെ മുഴുവൻ ട്രാക്ക് ചെയ്തു. പ്ലാനറ്റ്സിനെ കണ്ടു. തീരെ പരങ്ങളാണ്. മെർക്കുറി, വീനസ്, മാഴ്സിന്. ജൂപ്പിറ്ററും സാറ്റർണും ഒരുമാതിരി നല്ലോണം കാണും. കുറേ അധികം സമയം കാണും, ആകാശത്തുണ്ടാവും. പക്ഷേ രണ്ടിനും കുറേശ്ശെ റിട്രോഗ്രേഡ് ഉണ്ട്. പിന്നെ മെർക്കുറിക്ക് ഉണ്ടായിരുന്നു തുടക്കത്തിൽ. ഇനി എക്ലിപ്സ് ഒന്നുമില്ലയെന്ന് കണ്ടു. മീറ്റർ ഷവർ ഉണ്ടെന്ന് കണ്ടു. ഓക്കെ അല്ലേ? അതാണ് ജെമിനിഡ്. 14 പീക്കാണ്. കണ്ടോളൂ. ഇത്രയൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഈ മാസം ഒരു നല്ല സ്കൈ വാച്ചിങ്ങിൻ്റെ ഓപ്പർച്യൂണിറ്റി കിട്ടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.